ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് 2 സാമുവേൽ 7:16 തിരുവചനം. നിന്റെ കുടുംബവും രാജ്യത്വവും എൻ്റെ മുൻപിൽ സ്ഥിരമായിരിക്കും, നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. പരിശുദ്ധ തൃത്വൈക ദൈവത്തിന് സ്തുതി. ആരും ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന തിരുവചനങ്ങൾ. ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ ഇങ്ങനെയൊരു വാഗ്ദാനം കേൾക്കുവാൻ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടാവുമോ എന്ന് സംശയമാണ്. നിന്റെ കുടുംബം എൻ്റെ മുൻപിൽ ദൈവ തിരുമുൻപാകെ സ്ഥിരമായിരിക്കും. ഇങ്ങനെയൊരു ദൈവഹിതം കേൾക്കണം എന്ന ആഗ്രഹമില്ലാത്ത ഒരു ദൈവഭക്തിയുള്ള മനുഷ്യനും ഉണ്ടാകാതിരിക്കില്ല അല്ലേ? ഇവിടെ ദാവീദ് രാജാവിന് അവൻ്റെ രാജ്യത്വവും സിംഹാസനവും എന്നേക്കും നിലനിൽക്കും എന്നുള്ള ദൈവഹിതം നാഥാൻ പ്രവാചകനിലൂടെ ദൈവം അറിയിക്കുന്ന സമയം. കുടുംബനാഥനായ പിതാവായ രാജാവായിരിക്കുന്ന ദാവീദിനും അവൻ്റെ സന്തതി പരമ്പരകൾക്കും ഏകദേശം 28ഓളം തലമുറകൾക്കിപ്പുറം, ഏകദേശം 1000 വർഷങ്ങൾക്കിപ്പുറം ആ ദാവീദിൻ്റെ വംശത്തിൽ ജനിച്ച ഒരു മകളുടെ അടുത്തേക്ക്, അന്ന് ദാവീദിൻ്റെ അടുത്തേക്ക് നാഥാൻ പ്രവാചകനെയാണ് ദൈവം അയച്ചത് എങ്കിൽ, ഇന്ന് കന്യക മറിയാമിൻ്റെ അടുക്കിലേക്ക് ദൈവദൂതനായ ഗബ്രിയേൽ മാലാഖയെ തന്നെ അയക്കുന്ന ദൈവം ആ 28 തലമുറകൾക്കും 1000 വർഷങ്ങൾക്കും ഇപ്പുറം ആ മകൾ കേൾക്കുകയാണ് തൻ്റെ കാതുകളിൽ അന്ന് ദാവീദ് രാജാവ് നാഥാനിൽ നിന്നും കേട്ട അതേ ദൈവഹിതപ്രകാരമുള്ള തിരുവചനങ്ങൾ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, മറിയാമേ, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. നീ അവനെ യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. അതെ, വിശുദ്ധനായ പത്രോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം 2 പത്രോസ് 3:8 നാം വായിക്കുന്നുണ്ട്, കർത്താവിൻ്റെ മുൻപിൽ ഒരു ദിവസം 1000 വർഷങ്ങൾ പോലെയും 1000 വർഷങ്ങൾ ഒരു ദിവസം പോലെയുമാണെങ്കിൽ, കർത്താവ് തൻ്റെ ഏകജാതനായ പുത്രൻ്റെ ഈ ലോകത്തിലേക്കുള്ള സന്ദർശനത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഈ വർഷത്തെ ജന്മപ്പെരുന്നാളിലേക്ക് സഞ്ചരിക്കുന്ന നാം ഓരോരുത്തർക്കും ആഗ്രഹിക്കാം, നാഥാൻ പ്രവാചകനും ഗബ്രിയേൽ മാലാഖയും അറിയിച്ച ദൈവഹിതം നമ്മുടെ ജീവിതത്തിലും സഫലമാകുവാൻ. എന്താണ് ആ സഫലമാകേണ്ട ദൈവഹിതം? നിൻ്റെ കുടുംബവും നിൻ്റെ മക്കളും അവരുടെ തലമുറകളും എൻ്റെ മുൻപിൽ സ്ഥിരമായിരിക്കും എന്ന ദൈവഹിതം നാം ഓരോരുത്തരിലും സഫലമാകുവാൻ നമുക്ക് ആഗ്രഹിക്കാം. അതിനൊത്തവണ്ണം ജീവിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.